കുറച്ച് ചോറെടുക്കട്ടെ, ഒരല്പം പുളിശ്ശേരിയും കൂടെ കൂട്ടി എന്നാ ഓടി വായോ. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മൈ ഡ്രീംസിലോട്ട് എല്ലാവർക്കും സ്വാഗതമാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി വേറൊന്നുമില്ല, ഇന്ന് വിഷു ആണ് കേട്ടോ. ഞാനൊന്ന് കുളിച്ചിട്ട് പോലും ഇല്ല. ഞാൻ ഇന്ന് കണിയും വെച്ചിട്ടില്ല കേട്ടോ. കണിയൊന്നുമില്ല, ഞാൻ ഇവിടെ ഹരിയാനയിലാണ്. ഇവിടെ എനിക്ക് കണി ഞാൻ അങ്ങനെ വെച്ചിട്ടില്ല കേട്ടോ. ഇന്നലെ പോയി ക്ഷേത്രത്തിൽ പോയി ഒന്ന് തൊഴുതു, അത്രയൊക്കെ ഉള്ളൂ നമ്മളെ പരിപാടി. അപ്പൊ ഇന്ന് ഞാൻ അങ്ങനെ ഒരുങ്ങിയിട്ടൊന്നുമില്ല. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു വീട്ടില് എല്ലാ മലയാളികളും കൂടെ കൂടി ഒരു അടിപൊളി സദ്യയുണ്ട്. അപ്പൊ ഓരോരുത്തരും ഓരോ സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഓരോ രണ്ട് സാധനങ്ങളൊക്കെ മൂന്ന് സാധനങ്ങളൊക്കെയാണ്. എനിക്കിപ്പോ രണ്ട് സാധനങ്ങളാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരം, ഞാൻ തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം സ്പെഷ്യല് പൈനാപ്പിൾ പുളിശ്ശേരി കേട്ടോ. അപ്പം ഇതെന്തിനാന്ന് ചോദിച്ചാല് നമ്മുടെ സദ്യ സ്റ്റൈല് പൈനാപ്പിൾ പുളിശ്ശേരിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയുള്ള ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു സാധനമാണ് സംഭവം. ഇത് പെട്ടെന്ന് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് കാണാം. നമ്മുടെ കഥയിലെ നായകനായ പുറത്തുചക്ക എടുത്ത് അതിൻ്റെ തലയും വെട്ടി വാലും വെട്ടി ആദ്യം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ പകുതി എടുക്കാമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ മധുരം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയാനായിട്ട് വയ്യ. ചിലപ്പോൾ മധുരം കുറവാകാനും ചാൻസ് ഉണ്ട്. ചിലർക്കാണെങ്കിൽ ഈ പുറത്തുചക്ക എന്ന് പറയുമ്പോൾ തിരുവനന്തപുരംകാർക്ക് ഇപ്പം പുറത്തുചക്കയാണ്, കൈതച്ചക്ക എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൻ്റെ മുള്ള് ഞാൻ നല്ല പോലെ അങ്ങ് റിമൂവ് ചെയ്ത് രണ്ടായിട്ട് കഷ്ണിച്ച് അതിൻ്റെ നമ്മുടെ കട്ടിയുള്ള ഭാഗമൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം, ഇതിന് മധുരമുണ്ടോ? ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല മധുരമുണ്ട്. അതുകൊണ്ട് പഞ്ചസാരയും ഇട്ടിട്ടില്ല. അതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് പ്രധാനപ്പെട്ടുള്ള സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഏത്തക്കായാണ്. നല്ല പഴുത്ത ഏത്തക്കയാണ്, അതും കൂടെ ചേർത്ത് നേന്ത്രക്ക എന്നും പറയുമെന്ന് തോന്നുന്നു. അതിലോട്ട് 2 ഗ്ലാസ് വെള്ളം ഇട്ട് നല്ല 2 പച്ചമുളക് കീറിയതും ഇട്ട് നമുക്ക് ഇവനെ ഒന്ന് ആദ്യം തിളപ്പിച്ച് കൊണ്ടുവരാം. തിളപ്പിച്ച് കൊണ്ടുവന്നതിന് ശേഷം ഒന്ന് തിള വന്ന് കഴിയുമ്പോൾ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ച് അങ്ങ് കൊണ്ടുവരാം കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാം. അതായത് അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ പൈനാപ്പിളും നമ്മുടെ കായ് നല്ല പഴുത്ത പഴമാണ് കേട്ടോ, നന്നായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇനി അരപ്പ് റെഡിയാക്കാനായിട്ട് മഞ്ഞൾപ്പൊടി, ജീരകം, നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ് ഞാൻ ചേർക്കുന്നത്. ഇത് അല്പം വെള്ളവും ചേർത്ത് നമുക്ക് അരച്ചു കൊണ്ടുവരാം. ഇതുമാതിരി ഓക്കെ. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പൈനാപ്പിളും പഴവും ഇല്ലേ, അത് നമുക്ക് ഒരു കഷ്ണം നമ്മൾ ഒരു കപ്പോളം എടുത്ത് അങ്ങ് മാറ്റി വെച്ചേക്കാം. നമുക്ക് ആവശ്യമുണ്ട് പറഞ്ഞു തരാവേ. അപ്പോൾ ഇതിനുള്ള ബാക്കി നമ്മുടെ അരപ്പൊക്കെ ഉണ്ടല്ലോ, ഇതിലോട്ട് അങ്ങ് ചേർക്കാം. പിന്നെ ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യം, സദ്യ സ്റ്റൈലിനെന്ന് പറയുമ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസിയാണ് ഏറ്റവും വലിയതെന്ന് പറയുന്നത്. ഭയങ്കര ടേസ്റ്റും ആയിരിക്കും. നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ ഒരു ടേസ്റ്റ് ഇതിലോട്ട് വരില്ല. പിന്നെ ചില ആൾക്കാർ മത്തങ്ങ, നല്ല പഴുത്ത മത്തങ്ങയും കൂടെ ചേർക്കും കേട്ടോ. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചതും കൂടെ നല്ല രീതിക്ക് ഒന്ന് മഷി പോലെ അരച്ച് ഈ കൂട്ടിലോട്ട് ചേർക്കുന്നുണ്ട്. അധികം വെള്ളം ആവാനും പോണ്ട, എന്നാൽ ലൂസ് ആവാൻ വേണ്ട. ഇനി നമുക്ക് ഇതിൽ തൈര് ചേർക്കേണ്ടതാണ്. ഇത് നമ്മുടെ ഹോം മെയ്ഡായിട്ട് എങ്ങനെയാണ് നല്ല കട്ട തൈര് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മളൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ വിൻ്റർ സീസണിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ആ വീഡിയോ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി ഒന്ന് കാണുക. തപ്പിപ്പിടിച്ച് കിട്ടുകയാണെങ്കിൽ കോപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നല്ല കട്ടി തൈരാണ് ഇത്. ഞാൻ നിങ്ങളുടെ ഇതിപ്പോൾ പുളി അത്യാവശ്യം കുറവായതുകൊണ്ട് ഞാൻ ഒരു കപ്പോളം എടുക്കുന്നുണ്ട്. അപ്പോൾ അത് അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കൂട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മളത് തൈരാണ് എടുത്ത് വീഴ്ത്തുന്നത്. ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി നമ്മളൊരു ചട്ടി വെച്ച് ഇതിലോട്ട് നമ്മൾ നെയ്യാണ് എടുക്കുന്നത് കേട്ടോ. ഈ നെയ്യ് നമ്മൾ ഹോം മെയ്ഡാണ് കേട്ടോ, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ്. അത്യാവശ്യം കൂടുതൽ തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഉലുവ, ഇതെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അടുത്തായിട്ടുള്ള നമ്മുടെ വറ്റൽമുളകാണ് കേട്ടോ ഇടുന്നത്. വറ്റൽമുളക് നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് നമ്മുടെ കറിവേപ്പില അത്ര ഫ്രഷ്നെസ് ഒന്നുമല്ല, കാരണം ഫ്രിഡ്ജിൻ്റെ അകത്തിരുന്ന് ശോചനീയമായ അവസ്ഥയിൽ ഇരുന്നിട്ടുള്ളതാണ്. ഇവിടെ കിട്ടാൻ ചാൻസ് കുറവാണ്. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ കാശ്മീരി മുളകുണ്ടല്ലോ അതും കൂടെ ഇട്ട് താളിച്ച് നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കഴിഞ്ഞ പരിപാടി. ഇപ്പം നമ്മൾ അങ്ങനെ അടച്ചു വെച്ചിട്ടുള്ളത് കൊണ്ട് ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും അതിൽ തന്നെ ഉണ്ടാവും. ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇപ്പോൾ നോക്കിക്കുക, എന്താ ഈ ഒരു മുളക് ചേർക്കുന്നതുകൊണ്ട് നമ്മുടെ കറിക്ക് ഭയങ്കര ഒരു കളറും ഭംഗിയുണ്ടാവും. ഇനി നമ്മൾ എല്ലാ വീട്ടമ്മമാരും ചെയ്യുന്ന അതേ സെയിം പ്രോസസ്സാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേ നോക്കിക്കുക, നമ്മളെ കറി റെഡിയായി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.